നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ജല ബോംബ് നിർമ്മിച്ചെടുക്കുകയാണ് ചൈന, അതും ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ. ചൈന എല്ലാ കാലത്തും ഇന്ത്യയുടെ ശത്രു രാജ്യം തന്നെയാണ്. പുറമേ ചിരിച്ചു കാണിക്കുകയും എന്നാൽ ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ ഏതൊക്കെ രീതിയിൽ കളിക്കാമോ ആ അടവുകളെല്ലാം പയറ്റുന്ന രാജ്യം. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു നദി, ആ നദിയെ ഇന്ത്യക്ക് നേരെ ഒരു ഭീഷണിയായി ഉയർത്താനാണ് ചൈന തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുമ്പോൾ ഇന്ത്യ ആശങ്കയുടെ മുൾമുനയിലാണ്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിലാണ് കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ടായി ഇത് മാറുമെന്നാണ് കണക്കുകൂട്ടൽ. യാർലുങ് സാങ്ബോ നദിയുടെ താഴ്വരയിലാണ് അണക്കെട്ട് നിർമ്മിക്കപ്പെടുന്നത്. വർഷം തോറും 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഈ അണക്കെട്ടിനുണ്ട്. അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ ലോക ഭൂപടത്തിൽ ചൈനയുടെ പ്രാധാന്യം വർദ്ധിക്കുമെങ്കിലും ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇത് അത്ര നല്ലൊരു വാർത്തയല്ല. ഇന്ത്യയിലും ബംഗ്ലാദേശിലും അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അണക്കെട്ട് തുറന്നു വയ്ക്കുന്നുണ്ട്. ഉണ്ടാകാനുള്ള സാധ്യതയല്ല, ചൈന അത് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇന്ത്യ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ, അതായത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളും അതിർത്തി തോണ്ടി കയറി കൂടാൻ ചൈന എത്രയോ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ചൈനയുടെ മറ്റ് ചില അണക്കെട്ടുകൾ അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡ് അതിർത്തിയിലും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെ പല ഭാഗങ്ങളിലുമായി വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചൈനയിലെ ചില ഡാമുകൾ തുറന്നുവിടുമ്പോൾ. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ മറ്റൊരു ഭീതിയും കൂടി. ഇതിനു പുറമെ ഒന്നിലധികം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലുമുള്ള ജലവിതരണ സംവിധാനങ്ങളെ ഈ അണക്കെട്ട് ബാധിച്ചേക്കാം. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ജലവിതരണത്തിനായി ഇന്ത്യ വരുംകാലത്ത് ചൈനയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ചൈനയുടെ കൂറ്റൻ അണക്കെട്ട് നിർദ്ദിഷ്ട ഭാഗത്ത് പൂർത്തിയായാൽ നദിയുടെ നീരൊഴുക്ക് നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് സാധിക്കും. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കാർഷിക, കുടിവെള്ളം, വ്യാവസായിക ആവശ്യങ്ങൾക്കാവശ്യമായ ജലത്തിന്റെ തോത് ബ്രഹ്മപുത്രയിൽ കുറവുണ്ടാകും. അതിർത്തി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യത കൂടുതലാണ്. ഇതാണ് ഏറ്റവും വലിയ ഭീതി. അണക്കെട്ടിൽ നിന്ന് വലിയ തോതിൽ ജലം പുറത്തേക്ക് തുറന്നുവിട്ടാൽ ഇന്ത്യക്ക് അത് വലിയ ഭീഷണിയാണ്. അസം, അരുണാചൽ പ്രദേശ് എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് ഇത് കാരണമാകും. ഹിമാലയൻ മേഖലയായതിനാൽ തന്നെ ഭൂകമ്പ സാധ്യതയുമുണ്ട്. ബ്രഹ്മപുത്ര നദിയുടെ നിയന്ത്രണം ഇന്ത്യക്കും ചൈനയ്ക്കും പ്രധാനമായതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കമുണ്ടാകാനും സാധ്യത കൂടുതലാണ്. കൂറ്റൻ നിർമ്മാണമായതിനാൽ തന്നെ എഞ്ചിനീയറിംഗ് ബുദ്ധിമുട്ടുകൾ വെല്ലുവിളിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ 3 ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ഈ അണക്കെട്ടിന്റെ 3 ഇരട്ടി അധികം ശേഷിയിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത്. അണക്കെട്ട് പൂർത്തിയാകുന്നതോടെ ചൈനയുടെ കാർബൺ പീക്കിംഗ്, കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുമെന്നും അനുബന്ധ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനമാകുമെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുമാണ് പ്രതീക്ഷ. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റായി വിശേഷിപ്പിക്കപ്പെടുന്ന പദ്ധതി പൂർത്തിയാകുന്നതിന് $137 ബില്യൺ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. 3 ഗോർജസ് ഡാമിന്റെ നിർമ്മാണ ചെലവാകട്ടെ $34.83 ബില്യൺ ആയിരുന്നു. അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി 1.4 ദശലക്ഷം ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതടക്കമുള്ള ചെലവാണിത്. എന്നാൽ പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി എത്രത്തോളം ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ജൈവ സമ്പന്നത നിറഞ്ഞ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ ഇതെത്രത്തോളം ബാധിക്കും എന്നത് ചർച്ചാ വിഷയമാണ്. പരിസ്ഥിതിക്കോ ജലവിതരണത്തിനോ ഇത്തരം അണക്കെട്ടുകൾ അധിക ബാധ്യത വരുത്തിവെക്കില്ല നിലപാടിലാണ് ചൈനീസ് ഭരണകൂടം. അണക്കെട്ടിന്റെ നിർമ്മാണം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതോടെ ഇന്ത്യയും ബംഗ്ലാദേശും ആശങ്കകൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി പ്രാദേശിക പരിസ്ഥിതിയെ മാത്രമല്ല, നദിയുടെ ഒഴുക്കും ഗതിയും മാറ്റാൻ സാധ്യതയുണ്ടെന്നതാണ് ആശങ്കകൾക്ക് അടിസ്ഥാനം. യാർലുങ് സാങ്ബോ ടിബറ്റ് വിട്ട് തെക്കോട്ടൊഴുകി അരുണാചൽ പ്രദേശ്, അസം എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒടുവിൽ ബംഗ്ലാദേശിലും എത്തുമ്പോൾ ബ്രഹ്മപുത്ര നദിയായി മാറുന്നുണ്ട്. അണക്കെട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുതാര്യതയില്ലായ്മ ആഘാതത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. എന്നാൽ ചൈന പറയുന്നത് അണക്കെട്ട് നിർമ്മാണം നദിക്കരയിലുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കില്ല എന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി പഠനം നടത്തുന്നുണ്ട് എന്നുമാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ്
വ്യക്തമാക്കിയത്. അണക്കെട്ട് നിർമ്മാണത്തിൽ ഇന്ത്യ ആശങ്ക പങ്കുവച്ച സാഹചര്യത്തിലായിരുന്നു ചൈനയുടെ ഈ പ്രതികരണം. ടിബറ്റിലെ ജലവൈദ്യുത വികസനവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെന്നും പദ്ധതിയുടെ സുരക്ഷയ്ക്കും പാരിസ്ഥിതികവുമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മാവോ നിങ് പറഞ്ഞു. ആശങ്കകൾ പരിഹരിക്കാൻ ചർച്ചകൾ നടത്തുമെന്ന് ചൈന അറിയിച്ചിട്ടുണ്ട്. ഡെസ്ക് മലയാളി വാർത്ത.